അർഫ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1,30,000-ഓളം വരുന്ന അവിടുത്തെ സ്വഹാബത്തിന്റെ സംഘവും കൂടി മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ആ യാത്രാമധ്യേ പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ യാത്രയിലേക്ക് കൂടിച്ചേർന്നിട്ടുണ്ട്. 10 ദിവസത്തോളം വരുന്ന മദീനത്ത് നിന്നുള്ള മക്കയിലേക്കുള്ള യാത്ര, ആ യാത്രയിൽ പല ഇടങ്ങളിലും മുത്തുനബി തങ്ങൾക്ക് സ്വീകരണം ലഭിച്ചിട്ടുണ്ട്. പല ഇടങ്ങളിൽ നിന്നും പല ആളുകളും പല സ്വഹാബത്തും മുത്തുനബി തങ്ങളോടൊപ്പമുള്ള ആ യാത്രയിൽ കൂടുകയും ആ യാത്രയെ വലിയ സന്തോഷപൂർവ്വം ആഹ്ലാദപൂർവ്വം ഗംഭീരമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വലിയ ഇബാദത്ത് അവർ ആത്മാർത്ഥമായി നെഞ്ചോടേറ്റെടുത്തപ്പോൾ ആ ചരിത്ര സംഭവം എന്നെന്നും ഓർക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വലിയ ചരിത്രം തന്നെയായി മാറി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഹജ്ജ് കേവലം നമുക്ക് മാത്രമുള്ള ഇബാദത്തല്ല, മറിച്ച് ആദ്യ മനുഷ്യനാകുന്ന ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ഈ ഇബാദത്തിനെ പറ്റി അറിയാം. ഹജ്ജിന്റെ റുക്കുനുകളിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഹജ്ജ് എന്ന കർമ്മം ആദ്യം